ഹലോ, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു പരിപാടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഒരു ഡെസേർട്ട് സഫാരി. കുറേ നാളായി ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടിയിട്ട് ഒരു ഡെസേർട്ട് സഫാരി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട വണ്ടി താഴെ വന്ന് നമ്മളെ പിക്ക് ചെയ്യും. ഒരു 3 ആകുമ്പോഴേക്ക് വണ്ടി റെഡിയാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് പേരുള്ളത് കൊണ്ട് 2 വണ്ടിയിലായിട്ടാണ്. അപ്പോൾ 2 വണ്ടിയും ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ താഴെ വരും 3 എന്ന്. അപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്, ഒരു ടൈം പറഞ്ഞാൽ കുറച്ച് നേരത്തെ റെഡിയാവുക എന്നുള്ളത്. ഒരു 10 മിനിറ്റ് നേരത്തെങ്കിലും റെഡിയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ വിനോട്ടനൊക്കെ റെഡിയാവുക അതേപടി ഇറങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഇവർ ലേറ്റ് ആകുന്നതുകൊണ്ട് ഞാനിവരെ വേഗം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് റെഡിയാക്കി പറഞ്ഞു. അങ്ങനെ 2:45 ഒക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരും റെഡിയായി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇത്രയും തിരക്ക് കൂട്ടിയത് കൊണ്ട് എന്നെ പറയുകയാണ്, എന്തിനാ ഇത്ര വേഗം എന്ന് പറഞ്ഞേ. പക്ഷേ നിങ്ങളിങ്ങനെയാണോ, നേരത്തെ റെഡിയാവുമോ അല്ല സമയം കഴിഞ്ഞിട്ടാണോ റെഡിയാവുന്നത്? നമ്മൾ മാത്രം കുഴപ്പമില്ല. നമ്മളൊരു പ്രോഗ്രാമെല്ലാം പ്ലാൻ ചെയ്ത് പോകുമ്പം നമ്മൾ കാരണം ലേറ്റ് ആവാൻ പാടില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ റെഡിയായാൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. നമ്മളിപ്പോ ഇവിടുന്ന് പിരിയും. നിങ്ങൾ വേറെ വണ്ടിയിലാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം കിട്ടട്ടെ എന്നല്ല നിങ്ങൾ വിജയിച്ച. അന്ന ഡെസേർട്ട് കളഞ്ഞിട്ട് വരണം. അല്ല, അന്ന ഡെസേർട്ട് കളഞ്ഞിട്ടൊന്നും വന്നേക്ക്. പൂച്ച കളഞ്ഞാലും തിരിച്ച് വരുന്നു. നിങ്ങൾ എത്തുന്നതിനെക്കാട്ടി മുമ്പിൽ തിരിച്ച് വരും. അവിടെ നിന്നും വരുന്നുണ്ട്. അവർക്ക് മറ്റേ വണ്ടീൻ്റെ പരസ്യം ഇതുണ്ടാവില്ലേ? അപ്പോൾ അതല്ലല്ലോ പൈങ്കിളിൻ്റെ ആദ്യത്തെ ഡെസേർട്ട് യാത്ര. അല്ല, ഓർമ്മയിൽ ഓർമ്മയിൽ എനിക്കത്ര ഇവകളില്ലാതെ എനിക്കത്ര ഇവർക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയുന്നില്ലല്ലോ. ഇനിയിപ്പോൾ അന്നത്ര വലിയ ഭീകരാവസ്ഥ ഉണ്ടായില്ലേ. ഇന്ന് ഭീകരാവസ്ഥയിൽ എൻ്റെ നെടുവിലും പോകുന്ന ഒരു പേടി. അങ്ങനെ ഛർദിക്കുകയും ചെയ്യുക. നമ്മൾ സഞ്ചി ടീച്ചറിന്റെ ഇതില് ട്യൂഷനിൽ വരുന്നൊരു കുട്ടിയെന്നാണ്. അപ്പോൾ അവരുടെ പണ്ടാച്ച ഒരു പിക്നിക്കിന് പോയിട്ട് ടീച്ചർക്ക് കുറേ സമയം വണ്ടി ഛർദിക്കാൻ പെരുമാറ്റം പറയുന്നുണ്ടായിരുന്നല്ലോ. ഗ്രാൻഡ്മക്ക് ഇങ്ങനെ ഇതാക്കുമ്പോ റൗണ്ട് ബോട്ടല്ല ഇങ്ങനെ പറയണ്ട. ഇനി അനക്കല്ല ഇപ്രാവശ്യം നാമോ കുറെ കാലത്തിന് ശേഷം പോകുന്നല്ലേ. കുലുങ്ങിയിട്ട് ഏത് ഞാൻ പറയുന്ന ബ്ലാക്ക് ആയിരിക്കും. ഒരു ബ്ലാക്ക് ഒരു വൈറ്റ്. ലേഡീസിന് വൈറ്റ് വേണം, ബ്ലാക്ക് വേണം. ആ 2 വണ്ടി ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്ലാക്ക് ഒരു വൈറ്റ് ഒരു പോലത്തെ ഒന്നല്ല. പണ്ട് നമ്മൾ പോകുമ്പോൾ പക്ഷേ എല്ലാം സെയിം ഒരേ ഇതിൽ വണ്ടിയായിരുന്നു അല്ലേ. ഇതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ശിവാട്ടനുണ്ട് തോന്നല്ലേ. അപ്പോൾ ബ്ലാക്കിൽ നിങ്ങൾ ബ്ലാക്കിൽ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് സീറ്റാന്ന് തോന്നുന്നു. എനിക്ക് വേണ്ട ഫ്രണ്ട്. ടെൻഷനല്ല പോലെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ 3:15 പുറപ്പെട്ടു. അപ്പോൾ ജെൻസ് ഒരു വണ്ടിയിലും ലേഡീസ് ഒരു വണ്ടിയിലോട്ടായിരുന്നു യാത്ര. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം പോയതാണ്. പക്ഷേ അന്നേരം എന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായി, 10-13 വർഷങ്ങൾക്ക് മുമ്പേ പോയതാണ്. മക്കൾസെല്ലാം ചെറുതായിരിക്കുമ്പോൾ, അതുകൊണ്ട് മക്കൾക്കൊന്നും തീരെ ഓർമ്മയില്ല. അപ്പോൾ നമുക്കും ഒരു ടെൻഷനുണ്ട്, കാരണം ഡെസേർട്ടിലുള്ള യാത്ര എങ്ങനെയായിരിക്കും. കാരണം നമ്മളെ ആവേശത്തിനനുസരിച്ചായിരിക്കും ഡ്രൈവർമാരെ ഒരിതൊന്നും പറയുന്നേക്കാം. അപ്പോൾ ഇപ്പം എക്സ്പീരിയൻസ് ചെയ്യുമ്പം ഓരോ ഡ്രൈവർ എങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ത്രില്ലാണ്, എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെയുള്ള. അതുമാത്രമല്ല, നമ്മൾ ഉച്ചക്കാണ് പോകുന്നത്. ഉച്ചക്ക് 3 മണിക്കാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് അത്രയേ സമയമായുള്ളൂ. അപ്പോൾ ഡെസേർട്ടിലെ കുലുങ്ങി മറിയൽ കൊണ്ട് ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുമോ,
അപ്പോൾ ആരും നമ്മൾ ആദ്യം അതൊന്നും ആലോചിച്ചില്ല. അപ്പോൾ പിന്നെ അതിനുള്ള കവറോ കാര്യങ്ങളൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അഥവാ വണ്ടിയിൽ വല്ലതും സംഭവിച്ചാൽ അതിൻ്റെയും കൂടി ക്യാഷ് കൊടുക്കേണ്ടി വരുന്നവരോട് നമ്മളെ പേടിപ്പിച്ചത്. കാരണം ക്ലീനിങ്ങിൻ്റെ പൈസയും കൂടി നമ്മുടെ അവർ വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ത്രില്ലല്ലേ. പിന്നെ പിള്ളേഴ്സിന് ആദ്യമായിട്ട് പോകുന്നതിൻ്റെ എങ്ങനെയാണ് എന്താണ് എന്നൊന്നും അവർക്ക് തീരെ ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ റോഡിൽ നിന്ന് കുറച്ച് സഞ്ചരിച്ച് ഒമാൻ ഹത്ത റോഡിലെത്തുമ്പം തന്നെ പിന്നെ ഏകദേശം ഡെസേർട്ട് സഫാരിക്കുള്ള വൈബ് തന്നെയായിരുന്നു. കാരണം കൂടുതലും ഡെസേർട്ടിലേക്ക് പോകുന്ന വണ്ടികളും കാര്യങ്ങളാണ്. കുറേ ട്രാവൽസും കാര്യങ്ങളൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ലൈനായിട്ട് നമ്മളെ പുറകെയായിട്ടും മുന്നിലായിട്ടൊക്കെ കുറേ ഡെസേർട്ടിലേക്ക് പോകുന്ന ഡെസേർട്ട് ക്യാമ്പിലേക്ക് പോകുന്ന വണ്ടികൾ തന്നെയായിരുന്നു. പിന്നെ നമുക്കുള്ളൊരു കൺഫ്യൂഷൻ, കാരണം ഇവിടെ ഇപ്പം ക്ലൈമറ്റ് നല്ലതാണ്, പക്ഷേ ഡെസേർട്ടിൽ ഇനി നല്ല തണുപ്പായിരിക്കുമോ, ജാക്കറ്റും കാര്യങ്ങളൊക്കെ കരുതണോ, അല്ല വെറുതെ എടുത്തിട്ട് വെറുതെ ആവുമോ, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ എല്ലാവരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെയൊക്കെ പിക്ക് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും പലരെയും പിക്ക് ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ വണ്ടിയായിട്ട് ഒരു പിക്കപ്പ് പോയിന്റിൽ എത്തുക ചെയ്യുന്നത്. അവിടെ നമുക്ക് കുറച്ച് ഒരു 10 മിനിറ്റോളം വാഷ്റൂം പോകേണ്ട സൗകര്യങ്ങളും അങ്ങനെ കുറച്ച് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും, കുട്ടികൾക്ക് മാത്രമല്ല അഡൾട്ട്സിനും എല്ലാം ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അവിടെ. കുറച്ച് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ എടുക്കാം. അത് 200 ആയിട്ടല്ലേ പറഞ്ഞത്? ബാഗ് എടുത്തില്ല. അത് പോകുന്നുണ്ടെങ്കിൽ അതിന് പരസ്യം കാണിക്കുന്നില്ല, നമ്മൾ പോകുന്നില്ല. ആകെ 20 മിനിറ്റ് ആറ്റേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കയറി വരുമ്പോൾ സമയമാവും. ഈ ഒരു ഏരിയയിൽ ഒത്തിരി പേരുണ്ട്. ഇത് കോഡ് ബൈക്ക് ഓടിക്കാനും പിന്നെ മറ്റുള്ള ആക്ടിവിറ്റിക്കൊക്കെയുള്ള. ഇതിപ്പോൾ സീന എൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവൾക്ക് ഈ ഷോള് ഇട്ടിട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാലല്ലേ നമ്മളെ വൈബ് പിടിക്കാൻ പറ്റുള്ളൂ ഡെസേർട്ട് സഫാരിക്ക് പോകുമ്പോഴുള്ള. അങ്ങനെ നമ്മളെ ഡ്രൈവർ ചേട്ടൻ തന്നെ അവൾക്ക് വേണ്ടി ഷോളൊക്കെ കെട്ടിക്കൊടുത്തു. കാരണം ഇത് കെട്ടാൻ നമുക്കറിയുന്നില്ല. അപ്പോൾ അവൾ ഷോളൊക്കെ കെട്ടി റെഡിയായി. അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഷോളാണ്. കാരണം ഇതിന് മുമ്പേ പോയപ്പോൾ ഉള്ള ഷോളൊക്കെ കരുതിയിട്ടാണ് വന്നത്. പിള്ളേർ ഇട്ടിട്ടില്ലേ സീറ്റ് ബെൽറ്റ്? അതിനാണ് ഇപ്പം തന്നെ തിരിച്ചു പോകുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഡെസേർട്ടിലേക്ക് കയറുന്നതിന് മുമ്പേ വണ്ടീൻ്റെ ടയറിൻ്റെ ഒക്കെ പ്രഷറൊക്കെ ഒന്ന് കുറക്കും, ഒന്ന് ലെവലാക്കണം എന്നാണ് പറയുന്നത് കേട്ടത്. അതെന്താണെന്ന് അറിയില്ല. എനിക്കൊന്ന് അത് ആ ഡെസേർട്ടിലേക്ക് പൂണ്ടൊന്നും പോകാണ്ടിരിക്കാനായിരിക്കും ആ ഒരു എയർ പ്രഷറെല്ലാം ഇവിടെ നിന്നാണ് എല്ലാവരും സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി തിരിച്ചു വരുമ്പം എയറൊക്കെ നിറച്ചിട്ടാണ് പിന്നെ റോഡിലേക്ക് ഇറങ്ങുന്നത്. കൈകൊണ്ട് ഇങ്ങോട്ടും ഒരു കൈകൊണ്ട് അങ്ങോട്ടെല്ലാം പിടിക്കേണ്ടി വരും തോന്നുന്നു. ഇവിടെയൊന്നും തുടങ്ങിയില്ല, തുടങ്ങുന്നതിലൊക്കെ മുമ്പേ കഴുത്തോ പോവോ തടുവോ പോവോ എന്നറിയുന്നില്ല. നമ്മളെ പിടിക്കുന്നതായിരിക്കും മറ്റേ ഡെസേർട്ട് പിടിക്കുന്നതിനെക്കാട്ടി ഭേദം പ്രത്യുഷന്റെ എക്സ്പ്രഷൻ പിടിക്കുന്ന പിള്ളേർ കണക്കില്ലല്ലോ. പിള്ളേർ ഇനിയും തുടങ്ങിയില്ലല്ലോ. അതന്നെയാ പറഞ്ഞേ. ഇനി എനിക്ക് തോന്നുന്നു വീഡിയോ
കഴിഞ്ഞായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മള് ഉണ്ടല്ലേ ഫോൺ പിടിച്ചിട്ട് കൈവേദന എടുക്കാൻ തുടങ്ങി. അല്ല എനക്കൊന്ന് ഇത് ഗ്ലാസിന്റെ കൂടിയുള്ള ക്യാമറ എന്നാ പിന്നെ അതും മറ്റേ ഇതാക്കി ഇട്ടാ ഇതിന്റെ ആവശ്യം വരില്ലായിരുന്നു. ഒരനക്കവും കേൾക്കുന്നില്ലല്ലോ. കുറവാകുന്നല്ലേ ഞാൻ എനക്ക് സൈഡ് പിടിക്കാണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. കാല് മുന്നോട്ട് അമർത്തി ഇരിക്കുമ്പോ എനിക്ക് കുഴപ്പം ഇതുവരെ തോന്നിയിട്ടില്ല. My God. പ്രത്യക്ഷ 2 കൈയോടെ പിടിച്ചിട്ടുണ്ട്. തലയിൽ കിട്ടിയാലോട് അല്ല അതല്ല രസം. ഇത്ര സമയം റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി തോന്നുന്നു. ഇവിടെ നോക്കുമ്പോ ഇതിങ്ങനെ പോകുന്നില്ല, റെക്കോർഡ് ആവുന്നില്ല. തെറിപ്പിക്കുന്നുണ്ട് സൈഡിൽ കൂടി പോയി. അതിസാഹസികമായിട്ട് വീഡിയോ പിടിച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയത് കഷ്ടായി പോയല്ലോ. ആ നിലവിളി ശബ്ദം പതിഞ്ഞില്ല എന്ന് തോന്നുന്നു. രണ്ടാളൊന്നും അനങ്ങുന്നില്ലേ? തീർച്ചയായും അവരെ വണ്ടി അതാന്ന് തോന്നുന്നല്ലേ ആ ബ്ലാക്ക്. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയെന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. എങ്ങനെയാണ് പറയണ്ടതെന്ന് അറിയുന്നില്ല, കാരണം വീഡിയോയിൽ എത്രത്തോളം പകുതിയും എൻ്റെ അടുത്ത് നിന്ന് റെക്കോർഡായില്ല. ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിനെ റെക്കോർഡാവുന്നുണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ റെക്കോർഡ് പ്രസ് ചെയ്യാൻ മറന്നുപോയി. റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോയി. കുറേ കഴിഞ്ഞാലാണ് സംഭവം അയ്യോ ഇത് റെക്കോർഡാവുന്നില്ലല്ലോ. പിന്നെ ഏകദേശം ഒരു 20-25 മിനിറ്റ്സാണ് ഇവർ നമ്മൾ ഡെസേർട്ട് ഡ്യൂൺസ് പറയുന്നത്. അപ്പോൾ അത്രയും എനിക്ക് എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനും പറ്റില്ല. പക്ഷേ അതിൻ്റെ നല്ല നല്ല ഭാഗങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ പകുതിയും എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. ശരിക്കും ഇത് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവും, കാരണം വീഡിയോ കാണുമ്പോൾ അത്രത്തോളം അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയുന്നില്ല. ഭയങ്കര വൈബായിരുന്നു. എന്ന് പറയണ്ട തീരല്ലേ എന്ന് വിചാരിച്ചു. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല, കാരണം ക്യാമ്പിലെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഡെസേർട്ട് എന്നുള്ള ഇത് തീരല്ലേ, ഇനിയും കുറച്ച് സമയം കൂടി വേണമായിരുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് പോയത്.
ഞങ്ങൾക്ക് കിട്ടിയ ഡ്രൈവറും അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾ ആവേശം കാണുമ്പോൾ ആൾ വണ്ടി എടുക്കുന്നതൊക്കെ വേറെ ഒരു കാരണം ഫുള്ള് ഇതിലായിരുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അതിന് ഇത്രയും ഒരു വൈബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്ന് പൈങ്കിളിയൊക്കെ ചെറുതായിരുന്നു. അപ്പോൾ പിന്നെ കുട്ടീനെയും കൊണ്ട് നമ്മൾ മടിയിലൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ടോന്ന് അറിയില്ല, ആ ഡ്രൈവർ ഇത്രയും സാഹസികത കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഒന്നൊന്നര സംഭവമായിരുന്നു. കാരണം ഫ്രണ്ടിലിരിക്കുമ്പോൾ ഒക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് എൻജോയ് ചെയ്യാൻ പറ്റി നല്ലോണം. കാരണം ആദ്യമായിട്ട് ഞാൻ മുന്നേ പോകുമ്പോഴൊക്കെ മിഡിൽ സീറ്റിലായിരുന്നിട്ടുണ്ടായത്. ഇത് ഫസ്റ്റ് ടൈം ഫ്രണ്ടിലിരുന്നിട്ടുള്ള ഒരു എന്താ പറയണ്ടേ ഡെസേർട്ട് സഫാരി എക്സ്പീരിയൻസും എല്ലാം കൂടി അടിപൊളിയായിരുന്നു. നമുക്ക് 2 റൗണ്ട് എക്സ്ട്രാ വേണം. ഉണ്ടാവില്ല അതിന് ഞാൻ ഈ ഒരു ഇതേ ഉണ്ടോ അന്നല്ല അങ്ങനെയായിരുന്നു. പിന്നെ ഒന്നും അവര് ബ്രിട്ടീഷുകാരെ എടുക്കാനും ഫോട്ടോ എടുക്കണമെങ്കിൽ എടുക്കാനായിരിക്കും. പിക്ചർ പോയിന്റ് പ്രത്യക്ഷ നിലവിളിയായിരുന്നു. ഇന്ന് ഈ ഗ്ലാസ് പൈങ്കിളിക്ക് വേണ്ട പോലെ ഇനി അതിൽ വെച്ചു. ഇപ്പം വേണോന്ന് അറിയില്ല, ബാഗിൽ വെച്ചോ. ആ ഫോട്ടോ എടുക്കുമ്പോൾ വേണ്ടി വരില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ നമ്മളെ വണ്ടിയിൽ എടുത്തിട്ടില്ലേ? ശിവാത്ത എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. തീർന്നു പോകുന്നൊരു പേടിയില്ലേ? അല്ല കുറച്ചും കൂടി വേണമായിരുന്നു. ഇനി വേഗം തീർന്നു പോകുന്നൊരു സംശയം. അങ്ങനെ നമ്മളെ സാഹസികത കഴിഞ്ഞ് നമ്മളെ അവരൊരു പിക്ചർ പോയിന്റിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു 10-15 മിനിറ്റ് അത്രയേ ഉള്ളൂ. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാം. അതുപോലെ അവർ സാൻഡ് ബോർഡ് തരുന്നുണ്ട്. അപ്പോൾ സാൻഡ് ബോർഡിൽ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സമയങ്ങൾ. അപ്പോൾ അതും എല്ലാവരും കൂടി ആയപ്പോൾ നല്ല ഇതായിരുന്നു. നമ്മൾ 3 ആളും കൂടിയിട്ടുള്ള ഇത് ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. നമ്മൾ ഇതുവരെ അങ്ങനെ 3 ഫാമിലി കൂടി ഒരുമിച്ച് പോയില്ല. ലേഡീസ് അങ്ങനെ ചെറിയ ചെറിയ കറക്കങ്ങൾ, അല്ലെ പിന്നെ 2 ഫാമിലി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഈ 3 ഫാമിലിയും കൂടി ഉള്ള ആദ്യത്തെ കറക്കാണ്. അത് പൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടുന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്താം. ലെങ്ത്ത് കൂടുന്ന തോന്നുന്നത്. അതുപോലെ തന്നെ ഇവർ മറ്റേ സാൻഡ് ബോർഡൊക്കെ യൂസ് ചെയ്ത് ഭയങ്കര കാറ്റുമായിരുന്നു കേട്ടോ. കാറ്റടിക്കുമ്പോൾ കണ്ണിലും വായിലൊക്കെ ഈ നമ്മുടെ പൂഴി കീറുന്നതിൻ്റെ ഒരിതുണ്ടായിരുന്നു. കണ്ടോ ലൈനായിട്ട് വണ്ടികളൊക്കെ പോകുന്നത്. ഇനി നേരെ നമ്മൾ നേരത്തെ പ്രഷർ ഇറക്കിയ സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിട്ട് ടയറിൽ പ്രഷർ കയറ്റും. എന്നിട്ട് പിന്നെ നേരെ ഡെസേർട്ട് ക്യാമ്പിലേക്കാണ് പോവുക. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് മതിയാകാതെയാണ് നമ്മൾ ക്യാമ്പിലേക്ക് പോകുന്നത്. കാരണം ഇവിടെ കുറച്ചും കൂടി സമയം വേണമെന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാനല്ല, അതും ആയാലും കുഴപ്പമില്ല, എന്നാലും ഡ്യൂൺസ് കുറച്ചും കൂടി വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതില്ല. ഇവിടുന്ന് നേരെ ഇനി അവർ റോഡ് പിടിച്ച് അങ്ങനെ പോവുകയാണ്. പക്ഷെ ഇത് വഴി തെറ്റിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു അല്ലേ? ആ ഒരു ഇതിൽ പെട്ടിട്ട് പോയിട്ടെങ്കിൽ ഈശ്വരാവുലിയിലൊന്ന് എനക്കൊന്ന് ഇങ്ങനെയാന്ന് തോന്നല്ലേ? മൂകാംബിക മറ്റേ കുടജാദ്രി എല്ലാം പോകുമ്പോ ജീപ്പിൽ ഏകദേശം ഈ ഒരു വൈബിലാണ് തോന്നുന്നു പോകുന്നത്.
ഞങ്ങൾ തിരിച്ച് വീണ്ടും ടയറിൽ എയർ നിറക്കേണ്ട സ്ഥലത്തെത്തി. ഇനി ഇവിടുന്ന് ക്യാമ്പിലേക്ക് 40 മിനിറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു 10 മിനിറ്റോളം പിടിക്കും വണ്ടി ഒന്ന് സെറ്റാക്കാൻ. എന്തൊക്കെയോ അവർക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെ ക്ലീൻ ആക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ അതും കഴിഞ്ഞ് ടയറും സെറ്റാക്കിയിട്ട് ഒരു 40 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ക്യാമ്പിലെത്തും. അപ്പോൾ ഇനി ക്യാമ്പിലെ കാഴ്ച കാണാം. അങ്ങനെ ഞങ്ങൾ ഒരു 6 മണി ആകുമ്പോൾ തന്നെ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പ് പോകുന്ന വഴി അടുത്തായി. കാരണം കുറേ വണ്ടികളൊക്കെ കണ്ടോ, ഇവിടെയെല്ലാം ഈ ഭാഗത്ത് കുറേ ക്യാമ്പുകളുണ്ട്. അതിലൊന്നിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്, നമ്മളെ കൊണ്ടുപോകുന്ന ഈ ഏജൻസി. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 6 മണിയായില്ല, 5:45 ആ ടൈം ആകുമ്പം തന്നെ ഏകദേശം ഒരു ഇരുട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലിയർ കുറവായിരിക്കും. ഇനി എടുക്കുന്ന ഫോട്ടോസിനായാലും വീഡിയോസിനൊക്കെ ആയാലും കുറച്ചൊരു ക്ലാരിറ്റീൻ്റെ കുറവുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ക്യാമ്പിലെത്തി. അപ്പോൾ ക്യാമ്പിലെത്തിയപാട് തന്നെ വേഗം പോയത് ക്യാമൽ റൈഡിങ്ങിനാണ്. കാരണം ക്യാമൽ റൈഡ് ഫ്രീ ആണ്. റൈഡ് എന്നൊന്നും പറയാനില്ല, ചെറിയൊരു ഇത് ഒരു 10 സ്റ്റെപ്പ് വെക്കുമായിരിക്കും ക്യാമൽ, അത്രയേ ഉള്ളൂ. എന്നാലും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ ഓടിച്ചാടി അതിൻ്റെ ക്യൂവിൽ പോയി നിന്ന്. കാരണം അവിടെ ഒത്തിരി പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാരണം വേഗമാണ് നമ്മൾ ഇങ്ങനെ ഒന്നിനും ബോറടി അങ്ങനെ സമയമൊന്നുമില്ല. പെട്ടെന്നാണ് സംഭവങ്ങളൊക്കെ. അവിടെ കഴിഞ്ഞ് വന്ന് ഇവിടെ എത്തുമ്പോഴേക്ക് ഇതാ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പുറകെ പോയിട്ട് നമ്മളും സ്ഥാനം പിടിച്ചു. ആദ്യം പൈങ്കിളിയും ചാരുവും മാത്രം കയറാം, അപ്പവും കൂടി കയറാമെന്നുള്ള പ്ലാനായിരുന്നു. പിന്നെ എനിക്കും പ്രസീനക്കും കൂടി ഒരു ആഗ്രഹം. അപ്പോൾ പിന്നെ നമ്മൾ ലൈനിൽ നിൽക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ വേറെ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവർ നാട്ടിൽ നിന്ന് പാക്കേജ് എടുത്തിട്ട് വന്നവരാണ്. അപ്പോൾ അവർ ആ പാക്കേജിൽ ഡെസേർട്ട് സഫാരിയും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരും അത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നു. ആനയല്ലേ ഒട്ടകവാതേ ഉള്ളൂ. ആവേശത്ത് കയറിയാണ്, എന്നാലും കുഴപ്പമില്ല അല്ലേ. അങ്ങനെ നമ്മൾ ക്യാമ്പിൻ്റെ ഉള്ളിലെത്തി. ഇനി ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ഡിന്നറും പരിപാടിയും സ്നാക്സ് അതൊക്കെ ഇവിടെ തന്നെ കിട്ടും. അതുപോലെ തന്നെ കുറച്ച് ഡാൻസ് പരിപാടി, അങ്ങനെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഷോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കാരണം കൂടുതൽ കാണിക്കാൻ നിന്നാൽ വീഡിയോ ലെങ്ത്ത് കൂടും, പിന്നെ നിങ്ങൾക്കും ബോറടിക്കും. എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ്. അതുപോലെ തന്നെ പിന്നെ ഹെന്ന ഫ്രീ ആയിട്ട് ഹെന്ന ഇടുന്നു പറഞ്ഞിട്ട് നമ്മൾ പിന്നെ, പക്ഷേ അത് കൂടുതലൊന്നുമില്ല കേട്ടോ. ഒരു ഫിംഗറിൽ ജസ്റ്റ് ഒരു ഹെന്ന പരിപാടി 20 ദിർഹംസ് കൊടുത്താൽ അവർ എക്സ്ട്രാ ആയിട്ട് ഇട്ട് തരും. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതാണ്. നോക്കുമ്പം അപ്പോഴേക്കും കൂടെ പരിപാടിയൊക്കെ തുടങ്ങുന്നതുകൊണ്ടപ്പോൾ പിന്നെ അതിനൊന്നും നിന്നില്ല. പെട്ടെന്ന് നമ്മളെല്ലാവരും ജസ്റ്റ് ആ ഫ്രീ ഹെന്ന മാത്രം ഇട്ട് വന്നു. അതുപോലെ തന്നെ അറബിക് കോസ്റ്റ്യൂമിൽ നമുക്കൊന്ന് റെഡിയാവാം. കന്തൂറൊക്കെ ഇട്ടിട്ടും നമുക്ക് അബായൊക്കെ, ലേഡീസിന് അബായൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതുമെല്ലാം ഒന്ന് നമ്മൾ പരീക്ഷിച്ചു. കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു. നിങ്ങൾ ശരിക്കും കേട്ടാ, നിങ്ങൾ നിങ്ങളെ ലുക്ക് പൊളിച്ചിനി. അതാ വേറെന്തോ ഇത്ര തിരക്കൂട്ടല്ലോ.
ഇരിക്കുന്നയാ ആ ഇരുന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിങ്ങളെപ്പരം അല്ലാണ്ട് വിളിക്കാനും പറഞ്ഞേക്കറേ പങ്കു ഒരു അയ്യോ റെക്കോർഡ് പ്രസ് ചെയ്തിട്ട് ഇത്ര സമയം ഈ ഒരു അബദ്ധം എനിക്ക് പറ്റുന്നുണ്ടല്ലോ ആ വയ്യ വർത്താനം പറയാം ആദ്യം ഇതാക്കിക്കോ വേണ്ട ചാരൂര് വേണ ഒരു കാർട്ടൂണിൽ ദേഷ്യം പിടിക്കുന്ന കേട്ടാ പശുവിന് കാർട്ടൂണിൽ ദേഷ്യം പിടിക്കുമ്പോൾ പോലെയുണ്ട് വേഗം നമ്മളെ ക്യൂവിൽ അങ്ങെത്തി പിന്നെ ഒന്നും കിട്ടലുണ്ടാവില്ല ഞാൻ പോയി തോന്നുന്നു ആ ഇവര് ഒന്നും കൂടി എടുത്തിട്ട് പോകാം വേഗം വിട് ഒരു കുബൂസാനെ കൊടുത്തിട്ടാ പങ്കു
I got what you need. അങ്ങനെ ഈ പെർഫോമൻസോടുകൂടി നമ്മളെ ഡെസേർട്ട് സഫാരീൻ്റെ എൻ്റർടൈൻമെൻ്റ് എല്ലാം കഴിഞ്ഞു. പക്ഷേ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഈ ഫയറിനെ കൊണ്ടുള്ളതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി മാത്രമല്ല നമുക്കൊരു ടെൻഷൻ കൂടിയായിരുന്നു. അവർ പൈസക്കാണോ അല്ല അവരെ കലയോടുള്ള സ്നേഹമാണോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു ഭയം. പക്ഷേ കാണാൻ നല്ല ഇതും ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് പറയണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നമ്മൾ പോയിട്ട് അവരെ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ടൈഗർ, യഥാർത്ഥത്തിൽ ടൈഗർ തന്നെ അവൻ്റെ പെർഫോമൻസ്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ എല്ലാവരും ഉള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഡെസേർട്ട് സഫാരീൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ, കുറച്ച് ലെങ്തി വീഡിയോ ആണ്. മുഴുവനായിട്ട് എല്ലാവരും കണ്ടിരുന്നോ അറിയില്ല. മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തു. ആ ടൈഗറിൻ്റെ പെർഫോമൻസൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതല്ലേ. അപ്പോൾ ബായ്, ഇവിടെ നിർത്തുന്ന കേട്ടോ. നെക്സ്റ്റ് വീഡിയോ കാണാം.